എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ 38ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണ, തുടർന്നുള്ള ക്ലാസ്സിനായി നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരിയെ അവരുകളെ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര, 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 ജയശങ്കര. അമ്മേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യഃ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹദംഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അതിൽ റെക്കോർഡിങ് ജ്യോതിഷിൽ ഇട്ടായിരുന്നോ? ജ്യോതിഷ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു? ഇട്ടിട്ടുണ്ടെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന അതി പ്രശസ്തമായ കാവ്യകൃതിയുടെ അർത്ഥമറിഞ്ഞുള്ള പഠനശ്രമമാണ് നാം ഇപ്പോൾ നടത്തി വരുന്നത്. നാം പറയുകയുണ്ടായി, ഈ സൗന്ദര്യലഹരി ഞാനത് എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ്? നമസ്കാരസ്തദാശീശ സിദ്ധാന്തോക്തി പരാക്രമ വിഭൂതി പ്രാർത്ഥനാചേതി ഷഡ്വിധം സ്തോത്രലക്ഷണം എന്നാണ്. അതായത് ഈ സ്തോത്രത്തിന് വിധിപ്രകാരമായിട്ട് 6 ലക്ഷണങ്ങളാണ്: നമസ്കാരം, ആശിസ്, സിദ്ധാന്തോക്തി, പരാക്രമം, വിഭൂതി, പ്രാർത്ഥന. ഇങ്ങനെയുള്ള 6 ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സർവലക്ഷണയുക്തമായ സ്തോത്രമാണ് സൗന്ദര്യലഹരി. അപ്പോൾ ആദ്യത്തെ 41 ശ്ലോകങ്ങൾ താന്ത്രികപരമാണ് എന്ന് പറയുകയുണ്ടായി. ആ 41 ശ്ലോകങ്ങൾക്ക് ശേഷം 42 മുതൽ പിന്നെ 100 വരെയുള്ളത് ദേവിയുടെ ആപാദചൂഢ വർണ്ണനയാണ്. സാധാരണ ഒരു ഉപാസകന് ദേവിയെ പൂർണ്ണമായിട്ട് കണ്ട് വർണ്ണിച്ച് ഉപാസിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അത് പറ്റുന്നില്ലെങ്കിൽ ദേവിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെയെങ്കിലും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉപാസിക്കുന്ന ഒരു ക്രമമാണ് ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷേ ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ തന്നെ എങ്ങനെ ദേവീ ഭജനത്തിനുള്ള അനവധി കീർത്തനങ്ങളും ഒക്കെ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയെല്ലാം പറയുമ്പോഴും ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവേക ചൂടാമണിയിൽ ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പഠന്തു ശാസ്ത്രാണി യജന്തു ദേവൻ കുർവന്തു കർമാണി ഭജന്തു ദേവതാ ആത്മൈക്യബോധേന വിനാവിമുക്തർ ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരേപി. അപ്പം അതായത് നമ്മൾ ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാവ്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടോ ദേവന്മാരെ ഉപാസിക്കുന്നത് കൊണ്ടോ പിന്നെന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും ഇതെല്ലാം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ സർവാത്മന അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുണ്ടാവേണ്ടത് ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും എന്താണ്? ആത്മ ഐക്യബോധേന വിനാവിമുക്തർ. ആത്മ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം ബ്രഹ്മാസ്മി. ആ ബ്രഹ്മം
ഞാൻ തന്നെയാണ് എന്ന ബോധം ഉണ്ടായെങ്കിൽ മാത്രമേ സത്യത്തിൽ ഭക്തിയോടുകൂടി ഇതെല്ലാം പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ, നമ്മൾ ദേവിയെ ആപാദചൂഢം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ അംഗങ്ങളെയും വളരെ ഭംഗിയായിട്ട് എങ്ങനെ ഭാതിസുധിയാം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. ഉത്തമ ഭക്തന്മാർക്ക് പ്രകാശമാനമായി വരുന്നു എന്നുള്ളതാണ്. സാധാരണ എല്ലാവർക്കും ഭക്തി, കപടഭക്തി ഉള്ളവന് പോലും ഒന്നും ഭക്തില്ല. എങ്ങനെ ഭാതിസുധിയാം എന്നാണ്. തികഞ്ഞ ഒരു ഭക്തന് മാത്രമേ അപ്പം ആത്മൈക്യബോധം ഉണ്ടാവണം. എന്താണ്? ബ്രഹ്മവും ഞാനും ഒന്നാണ്, ഈശ്വരനും ഞാനും ഒന്നാണ് എന്നുള്ള ആ ചിന്ത വരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ഈ കാവ്യകൃതികളൊക്കെ പഠിച്ചാൽ കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒക്കുകയുള്ളൂ എന്ന് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ജയശങ്കര. അപ്പോൾ നമ്മൾ ഇന്ന് 79ാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് ചിന്തിക്കുവാനിരിക്കുന്നത്. 79ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. 79. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലകശനകൈസ്തൃട്യതൈവ ചിരം തേ മധ്യസ്യ തുടിതതടിനീതീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. എന്താണ്? നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃട്യതൈവ ചിരം തേ മധ്യസ്യ തുടിതതടിനീതീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. അപ്പം ഇവിടെ നമ്മൾ ഓരോ ശ്ലോകങ്ങളിലും ദേവിയെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പലതരത്തിലാണ്. അചലതനയെന്നും ഗിരിപുത്രിയെന്നും പാർവതിയെന്നും ഉമയെന്നും പല പല നാമങ്ങളിലാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ നമ്മളുടെ പരദേവതയെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? ശൈലതനയെ എന്നാണ്. സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ എന്നാണ്. കുശലം ഭവതു എന്നുണ്ടാ പറയുന്നത് നന്മയുണ്ടാകട്ടെ. അപ്പോൾ ഒരു ആശംസാ ശ്ലോകമാണിത്. കുശലം ഭവതു ആർക്കാണ്? ശൈലതനയേ. അപ്പോൾ അല്ലയോ ശൈലതനയെ, അല്ലയോ ദേവി, അല്ലയോ ശൈലം എന്നാൽ പർവ്വതം, ശൈലതനയെ പർവ്വതരാജപുത്രിയായിരിക്കുന്ന അല്ലയോ അമ്മേ ഭഗവതി ഉമേ, നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ. എന്താണ്? നിസർഗക്ഷീണസ്യ. അപ്പൊ വേറൊന്നും കൂടെ ഉണ്ട് ഇവിടെ. ഒരു സംബോധനയും കൂടെ വന്നിട്ടുണ്ട്. എന്താണ്? ശൈലവനെ എന്ന് മാത്രമല്ല, രണ്ടാമത്തെ വരിയിൽ നമന്മൂർത്തേർനാരീ തിലക, നാരീതിലകം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമന്മൂർത്തേ നാരീതില, ഉത്തമ സ്ത്രീരത്നമേ എന്നും കൂടി അഭിസംബോധനയിൽ വന്നിട്ടുണ്ട്. അപ്പം നാരീതിലകമായിരിക്കുന്ന അല്ലയോ അമ്മേ ശൈലതനേ, അമ്മേ അല്ലയോ പർവ്വതരാജപുത്രിയായിരിക്കുന്ന പാർവതീദേവി, നിസർഗക്ഷീണസ്യ. നിസർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ട് തന്നെ. സർഗം വിസർഗം ഇതിനെക്കുറിച്ചൊക്കെ നാം പണ്ട് പഠിക്കുകയുണ്ടായി. നിസർഗം അപ്പോൾ സ്വാഭാവികമായി ജന്മനാ തന്നെ എന്നർത്ഥം. നിസർഗക്ഷീണസ്യ. ക്ഷീണസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മെലിഞ്ഞിരിക്കുന്ന. അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അമ്മയുടെ മധ്യഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്, വയറിൻ്റെ ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിന് തത്തുല്യമായിട്ട് നമ്മൾ ഏഴാമത്തെ ഒരു ശ്ലോകം പഠിക്കുകയുണ്ടായി. ഓർമ്മയുണ്ടോ എന്നറിയില്ല. കുണക്കാഞ്ചീതാമ കരികലത കുംഭസ്തനനത പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദന എന്ന് നമ്മൾ പഠിച്ചു. പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദന. അപ്പോൾ മധ്യഭാഗം പരീക്ഷീണമാണ്, വളരെ മെലിഞ്ഞിട്ടതാണ് എന്ന് നമ്മൾ ഏഴാമത്തെ ശ്ലോകത്തിലും ദേവിയുടെ വർണ്ണത്തിൽ പഠിക്കുകയുണ്ടായി. അതുമാത്രമല്ല, സ്തനഭരം എങ്ങനെ വളരെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കുംഭങ്ങളെ പോലെയുള്ള ആനയുടെ മസ്തകങ്ങളെ പോലെയുള്ള കുജകലശങ്ങളോട് കൂടിയാണ് അതിലും വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ശൈലതനെ, അല്ലയോ ശൈലതനെ, നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ. സ്തനതടഭരേണ എന്ന് പറഞ്ഞാൽ എന്താണ്? കുജതടങ്ങളുടെ ഭാരം, അതാണ് സ്തന തടഭരേണ.
അമ്മയുടെ കുചകലശങ്ങളുടെ ഭാരം കൊണ്ട് ക്ലമജുഷോ എന്ന് പറഞ്ഞാൽ ക്ലമജുഷം എന്നാൽ ക്ഷീണത്തെ പ്രാപിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള എങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന, ക്ലമജുഷോ ക്ഷീണിച്ചിരിക്കുന്ന. എന്നിട്ടോ നമന്മൂർത്തേർനാരീ തിലക ശനകൈസ്തൃട്യദൈവ. നമന്മൂർത്തെ എങ്ങനെ അല്ലയോ ആ മൂർത്തി എങ്ങനത്തെ മൂർത്തിയാണ്? നമന്മൂർത്തെ ഒന്ന് ചെറുതായിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? സ്തനതടഭരേണ ക്ലമജുഷോ, ആ അമ്മയുടെ കുജകലശങ്ങളുടെ ഭാരം കൊണ്ട് ഒരല്പമായിട്ട് കൂനിയിരിക്കുന്ന പുറം, അങ്ങനെ കൂനിയിരിക്കുന്ന നമന്മൂർത്തെ, കുനിഞ്ഞ മൂർത്തിയോട് കൂടിയവളുമായിട്ട് അമ്മ. അപ്പം അങ്ങനെയാണ്, ഇങ്ങനെ അല്പം കൂനിയുണ്ട്. എങ്ങനെ? ഈ സ്തനഭാരങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു, സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയ എന്നൊക്കെ ലളിതാസഹസ്രനാമം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്തനഭാരങ്ങളുടെ ഭാരം കൊണ്ട് പിന്നെ അത് എന്താണ്? വയറ് വളരെ കൃശമാണ്, ഒരല്പവും വണ്ണമില്ല, വളരെ മധ്യഭാഗം പരിക്ഷീണമാണ്, മെലിഞ്ഞിരിക്കുന്നു. സർഗക്ഷീണസ്യ, അത്യധികം മെലിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്യധികം മെലിഞ്ഞിരിക്കുന്നതായ കൃശമായിരിക്കുന്ന മധ്യഭാഗത്തോടും അതോടൊപ്പം തന്നെ സ്തനതടഭരേണ ക്ലമജുഷ, അമ്മയുടെ സ്തനഭാരങ്ങളുടെ ആ ക്ലമജുഷ അതുകൊണ്ട് ക്ഷീണം പ്രാപിച്ചതും ആയിരിക്കുന്ന ശരീരം ഒന്നൊരൽപ്പം നമന്മൂർത്തേ, ചെറുതായിട്ടൊന്ന് കുരിഞ്ഞ് നാരീതിലകമേ. അമ്മ എങ്ങനെയാണ് ഉള്ളത്? നമന്മൂർത്തേ നാരീതിലക ശനകൈ തൃട്യദൈവ. ശനകൈ എന്നാൽ അല്പാൽപമായിട്ട് തൃട്യദൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാൻ നോക്കുന്ന പോലെ. എങ്ങനെ? നമ്മള് ഈ ശനകൈ തൃട്യദൈവ പൊട്ടി ചിരന്തേ മധ്യസ്യ തൃടിത തടിനീതീരതരുണ. ആ തൃടിത തടിനീതീരതരുണ എന്നാൽ കര, ഈ തടിനി തീരം. തടിനി എന്താണ്? നദി. എങ്ങനത്തെ? വലിയ ആറ് കരകവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകുമ്പോൾ ആ ആറിൻ്റെ തീരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആറിൻ്റെ തീരങ്ങളൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഒലിഞ്ഞു പോയി വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വേരുകൾ കാണാൻ പാകത്തിന് ഇങ്ങനെ വലിഞ്ഞു കെട്ടി നിൽക്കുന്ന കാണാം, വീഴാൻ പാകത്തിന്. അപ്പോൾ നമുക്ക് തോന്നാം ഈ മരങ്ങളൊക്കെ ആറ്റിലേക്ക് വീഴുമോ എന്നുള്ള, അത്ര ദുർബലമായിട്ട് നിൽക്കുന്ന പോലെ ഒരു തോന്നല്. അപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ പമ്പയാറിൻ്റെ തീരത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, കണ്ട് ശീലിച്ചിട്ടുണ്ടല്ലോ നമുക്കൊക്കെ. മണ്ണൊക്കെ ഒഴുകിപ്പോയി ആറ്റുതീരം ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു വീഴും. എന്നാലും വൃക്ഷങ്ങൾ നല്ല വേരിലിങ്ങനെ പിടിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണാം, വേരിങ്ങനെ കാണാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിരന്തേ മധ്യസ്യ തൃടിതടിന തീര തരുണ. അപ്പോൾ തൃടിതടിന തീര തരുണ സമാവസ്ഥാസ്ഥേനോ. അപ്പൊ കര ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന ആറിന്റെ തീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് തുല്യമായ സ്ഥിരതയോടുകൂടി എന്നാണ്. അതാണ് സമാവസ്ഥാസ്ഥേനോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് സമാനമായിട്ട് സമാവസ്ഥ, ആ വൃക്ഷങ്ങൾക്ക് സമാനമായിട്ട് ആ വേരുകൾ. അപ്പം അമ്മയുടെ മധ്യഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? അത്ര മെലിഞ്ഞിട്ടാണ്. അങ്ങനെ മെലിഞ്ഞും അപ്പോൾ ആറ്റുചെട്ടിക്ക് നിൽക്കുന്ന മണ്ണെല്ലാം ഇടിഞ്ഞു പോയി നിൽക്കുന്ന മരങ്ങളുടെ വേരിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ആ ദുർബലമായിട്ട് നിൽക്കുന്ന ആ മരങ്ങൾ, അതേപോലെ അതിന് വൃക്ഷത്തിനോട് തുല്യമായിരിക്കുന്ന സ്ഥിരതയോടുകൂടി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്ര ദുർബലമായിട്ടും കൂടെ നിൽക്കുകയാണ് ആ വയറുകൾ, മധ്യഭാഗം. അത്ര ആ ക്ഷീണത്തെ കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ദേവിയുടെ മധ്യപ്രദേശമാണ് ഇവിടെ വർണ്ണവിഷയം. ഭാരതീയ കവി സങ്കേതങ്ങളനുസരിച്ചും സാമുദ്രിക ശാസ്ത്രമനുസരിച്ചും എല്ലാം സ്ത്രീയുടെ വയറ് മധ്യം സൗഭാഗ്യത്തെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ്. അതാ എങ്ങനെ വേണമെന്നാണ്? ഹസ്തസ്ഥിമിത വലയം എന്നാണ് പറയുന്നത്. ഹസ്തസ്ഥിമിത വലയം എന്നാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത്. ഹസ്തസ്ഥിമിത വലയം എന്നാൽ ഒറ്റ വിരൽ, ഇത്രയും ഒരു കൈ കൊണ്ട് അളന്നു നിൽക്കാൻ പാകത്തിനുള്ള വയറേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അത്ര കനം കുറഞ്ഞ് ഉള്ള വയറ്, നമ്മുടെ ഇപ്പോഴത്തെ പോലെ ആഹാരം കഴിച്ച് അങ്ങനെയുള്ള വയറല്ല, വളരെ ഒറ്റ 4 കൈ കൊണ്ട്, ഒരു 5 വിരലും കൊണ്ട് നിൽക്കുന്ന പോലത്തെ ഉള്ള വയറുള്ള, അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് ദേവിയുടെ വയറ്. അങ്ങനെ ചിരന്തേ വളരെ കാലം, തേ അമ്മയെ നിന്തിരുവടിയുടെ ചിരന്തേ അമ്മയുടെ അങ്ങനെയുള്ള ചിരന്തേ മധ്യസ്യ അങ്ങനെയുള്ള അമ്മയുടെ മധ്യം. എങ്ങനെ? തൃടിതടിന തീര തരുണ. അങ്ങനെയുള്ള തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ പോലെ ദുർബലമായ വേരുകളുടെ ബലത്തിൽ മാത്രം നിൽക്കുന്നതായിരിക്കുന്ന
സമാവസ്ഥാസ്ഥേംനോ അതിനോട് തുല്യമുള്ള അമ്മയുടെ ആ മധ്യം ഭവതു കുശലം ശൈലതനേ എന്നാണ്. ഭവതു കുശലം, കുശലം ഭവതു, നന്മയുണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് ദേവിയുടെ മധ്യപ്രദേശമാണ് വർണ്ണിക്കുന്നതെന്ന് പറയുന്നത്. അല്ലയോ നാരീതിലകമേ, അല്ലയോ ഉമേ, അല്ലേ ശൈലതനേ, സ്വാഭാവികമായിട്ട് തന്നെ അല്ലെങ്കിൽ പ്രകൃത്യ ജന്മന വളരെ കൃശമായതും വളരെ മെലിഞ്ഞിട്ടിരിക്കുന്നതുമായിരിക്കുന്ന, അതുപോലെ തന്നെ ആ സ്തനതടങ്ങളുടെ നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ, ആ സ്തനതടങ്ങളുടെ ഭാരത്താൽ വിശേഷിച്ചും ക്ഷീണത്തെ പ്രാപിച്ചു. അപ്പോൾ ആദ്യമേ ജന്മനാ തന്നെ അമ്മയുടെ വയറ് എങ്ങനെയാണ്? വളരെ കൃശമാണ്. ജന്മനാ തന്നെ കൃശമായിരിക്കുന്ന മധ്യഭാഗത്തോടു കൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? അമ്മയുടെ ആ സ്തനഭാരങ്ങളുടെ ഭാരം കൊണ്ടും കൂടി ക്ഷീണിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന വളരെ ദുർബലമായിരിക്കുന്നു. എന്തിനോടാണ് ഇവിടെ സാമ്യം ചെയ്തിരിക്കുന്നത്? ത്രുടി തടിന തീര തരുണ. അപ്പോൾ ക്ഷീണത്തെ അങ്ങനെ ക്ഷീണത്തെ പ്രാപിച്ചിരിക്കുന്നതുമായിട്ട് ഈ പൊട്ടിപ്പോകുമോ എന്ന് തോന്നുന്ന രീതിയിൽ എങ്ങനെ നദി ആറ്റിൻ്റെ കരയ്ക്ക് നിൽക്കുന്ന വൃക്ഷങ്ങൾ മറിഞ്ഞ് വീഴുമോ ആറിലേക്ക്? പക്ഷെ ആ നദി ആ വേരുകളുടെ ബലത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പോൾ കാണുമ്പോൾ ഇതിപ്പോൾ വീഴുമോ ഈ വൃക്ഷം എന്ന് തോന്നുമാറ് അസ്ഥിരമാണ് ആ നിന്തിരുവടിയുടെ അങ്ങനെയുള്ള ആ മധ്യപ്രദേശം. കുശലം ഭവതു, ഭവതു കുശലം, അത് വിജയിക്കട്ടെ, അതിന് നല്ല ആശംസകളും കൂടെ പറയുകയാണ്. അപ്പോൾ ഈ പ്രയോഗം കൊണ്ട് സ്ഥലങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ മധ്യപ്രദേശത്തിൻ്റെ ആ ദേവിയുടെ വയറുഭാഗത്തിൻ്റെ കൃശമായിരിക്കുന്ന ഭാഗത്തെയും പറഞ്ഞു. ഞാനിപ്പോൾ നേരത്തെ വിവേക ചൂടാമണിയുടെ ശ്ലോകം അതുകൊണ്ടാണ് ഞാൻ ചൊല്ലാൻ കാരണം. എന്തുകൊണ്ടാണ്? ഈ ശ്ലോകങ്ങളെല്ലാം അർത്ഥമറിയണമെങ്കിൽ ആത്മൈക്യബോധേന ആ ബോധം നമുക്കുണ്ടാവണം. ബ്രഹ്മവും ഞാനും ഒന്നാണ് എന്ന ആത്മൈക്യബോധം ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ അതീവ ഗുഹ്യമായിരിക്കുന്ന കാവ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്? ഈ പ്രയോഗം കൊണ്ട് എന്ത്? ചിരം ദേ മധ്യസ്യത്രുടിതടിന തീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. അപ്പോൾ വളരെ കാർശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ കാർശ്യജന്യമായിരിക്കുന്ന അസ്ഥിരമായ ഒരു വ്യക്തമാകാത്തതുപോലെ വീണ്ടും ഒരു അലങ്കാരമാണ് ശങ്കരാചാര്യസ്വാമിയുടെ പ്രയോഗിച്ചിരിക്കുന്നത്, അല്ലേ? പൊട്ടി വീഴാൻ പാകത്തിന് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ആ വയറിന് വളരെ കാലം ക്ഷേമമുണ്ടാകട്ടെ എന്നാണ് കവി ആശംസിക്കുന്നത്. അപ്പോൾ നാരീതിലകമേ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? വളരെ കാലം ക്ഷേമം ഉണ്ടാവണം എന്ന് പറയണമെങ്കിൽ അതെങ്ങനെ ചിന്തിക്കണം? ഇതൊരിക്കലും വീഴാതിരിക്കട്ടെ, അല്ലേ? ഒരിക്കലും അമ്മയുടെ വയറ് വീഴാതിരിക്കട്ടെ, അല്ലെങ്കിൽ അമ്മ നശിക്കാതിരിക്കട്ടെ, ആ വയറ് പോകാതിരിക്കട്ടെ. എന്താണ് കാരണം? ഈ മധ്യഭാഗത്തിന് ക്ഷമ ഉണ്ടാകേണ്ടതിന് കാരണം ഈ എന്താണ്? സകല ജീവജാലങ്ങളും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം തന്നെ ഈ മധ്യഭാഗത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് നിന്നെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് എന്തുണ്ടാവുകയുള്ളൂ? ക്ഷേമവും അതുപോലെ തന്നെ അന്തിമമായിരിക്കുന്ന മോക്ഷവും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുകൊണ്ടാണ്. കാരണം ഇവയെല്ലാം തന്നെ ഈ ഭഗവതിയുടെ ജഠരത്തിലേക്കാണ് ഈ അനന്തകോടി ജീവജാലങ്ങളും സൂക്ഷ്മാവസ്ഥയിൽ ലയിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയും അതിൽ നിന്നാണ് സകല ജീവജാലങ്ങളും ഈ ജഠരത്തിലാണ് ലയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിന് നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ഈ മധ്യഭാഗം സർവോത്കർഷേണ വിജയിക്കട്ടെ എന്ന ഒരു ആശംസയും പ്രാർത്ഥനയുമാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒന്ന് ചൊല്ലി നോക്കാം. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃട്യദൈവ ചിരം ദേ മധ്യസ്യ ത്രുടിതടിനീ തീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. അപ്പോൾ നേരത്തെ മറ്റൊരു ശ്ലോകത്തിൽ പറഞ്ഞു യത് ഭാതി സുധിയാം എന്നുകൂടെ പറഞ്ഞു. യത് ഭാതി സുധിയാം, ഉത്തമന്മാരായ ഭക്തന്മാർക്ക് മാത്രമേ ഇങ്ങനെയെല്ലാം പ്രകാശിക്കുകയുള്ളൂ. ദേവിയെ ആപാതചൂഢം വർണ്ണിക്കുവാനും അത് കാണുവാനും അങ്ങനെ പ്രാർത്ഥിക്കുവാനും പറ്റുകയുള്ളൂ. പിന്നീടോ ആത്മൈക്യബോധം ഉണ്ടാവുകയും കൂടെ വേണം. ഞാൻ തന്നെയാണ് ബ്രഹ്മം, എന്നിൽ തന്നെയാണ് ഈശ്വരൻ, ഞാൻ തന്നെയാണ് ഈശ്വരൻ
നമുക്കറിയാം നാം എല്ലാവരും ഈശ്വരാംശമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പലപ്പോഴും. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പുണ്യാവതാരം, പൂർണ്ണപുണ്യാവതാരമായിരിക്കുന്ന ശ്രീരാമനെ കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുമുണ്ട്. പക്ഷെ ആ ഈശ്വരൻ നമ്മിൽ തന്നെയാണ്, നാം ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അംശം 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 എന്നെല്ലാം പറഞ്ഞത്. ബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്, ഞാനും ബ്രഹ്മവും ഒന്നാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആത്മൈക്യബോധേന വേണം ഈ ശ്ലോകങ്ങളും കാവ്യങ്ങളും എല്ലാം പഠിക്കുവാൻ. കാരണം ഇങ്ങനെയുള്ളതൊക്കെ ചൊല്ലുമ്പോൾ ഇങ്ങനെയുള്ള എന്താണ് ഈ പറഞ്ഞ കേശാദിപാത വർണ്ണലയിലെ, ഇപ്പം ദേവിയായാലും ദേവൻ എന്തായാലും കേശാദിപാത വർണ്ണലയുടെ പല ഭക്തന്മാർക്കും അഭക്തന്മാർക്കും പല പല ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ കവികൾ എഴുതുന്നതുകൊണ്ട് ഇങ്ങനെ ഭക്തി ഇങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന പല ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവേക ചൂടാമണിയുടെ ശ്ലോകം ഒന്ന് എടുത്തു പറയേണ്ടി വന്നത്. ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. എന്നിട്ട് നമുക്ക് നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ ചൊല്ലിക്കോളൂ. നമന്മൂർത്തേർനാരീ തിലകശനകൈസ്തൃട്യദൈവ ചിരം തേ മധ്യസ്യ ൃഡിതടീതീരതരുണ സമാവസ്ഥാസ്ഥ്യംനോ ഭവതു കുശലം ശൈലതനയേ ചിരം തേ മധ്യസ്യ എന്ന വളരെ കാലം അങ്ങയുടെ മധ്യഭാഗം എന്ന ഒരു ആശംസയാണ്. സമാവസ്ഥാസ്ഥ്യംനോ ഭവതു കുശലം ശൈലതനെ കുശലം ഭവതു കുശലം ഭവിക്കട്ടെ എന്നാണ്. ഒന്നുകൂടെ ചൊല്ലി നോക്കിയിട്ട് അടുത്ത ശ്ലോകം ചൊല്ലാം. ഈ ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ നോക്കണം കേട്ടോ. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീ തിലക ശനകൈസ്തൃട്യദൈവ ചിരം ദേ മധ്യസ്യ ൃഡിതടീതീരതരുണ സമാവസ്ഥാസ്ഥ്യേംനോ ഭവതു കുശലം ശൈലതനയേ അപ്പൊ ശ്ലോകം ഇത്രേ പറയുന്നുള്ളൂ. തേ മധ്യസ്യ ചിരം കുശലം ഭവതു. അങ്ങയുടെ അല്ലയോ അമ്മയെ നിന്തിരുവടി അമ്മയുടെ മധ്യഭാഗം ചിരം എല്ലായ്പ്പോഴും വളരെ കാലം കുശലം ഭവതു, കുശലമായിട്ടിരിക്കട്ടെ, ക്ഷേമമുണ്ടാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അടുത്ത ശ്ലോകം ഒന്ന് നോക്കാം. കുചൗ സദ്യസ്വിദ്യത്തടഘടിതകൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാം തവക്ത്രാദും ഭംഗാദലമിതി വലഗ്നം തനുഭവാ ത്രിധാനദ്ധം ദേവി ത്രിവലിലവലീവല്ലിഭിരിവ. അപ്പൊ എന്താണ്? കുചൗ സദ്യസ്വിദ്യത്തടഘടിതകൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയത തവക്ത്രാദും ഭംഗാദലമിതി വലഗ്നം തനുഭുവാ ത്രിധാനദ്ധം ദേവി ത്രിവലിലവലീവല്ലിഭിരിവാം. ഇവിടെ ത്രിധാനദ്ധം ദേവി, ഇവിടെ അല്ലയോ ഭഗവതി ദേവി എന്നാണ് ഈ ശ്ലോകത്തിലെ സംബോധന ചെയ്തിരിക്കുന്നത്. അല്ലയോ ദേവി, സദ്യ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ, സ്വിദ്യത്തടഘടിത കൂർപ്പാസഭിദുരൗ. അപ്പൊ സ്വിദ്യത്തടം എന്നാൽ വിയർക്കുന്ന, സ്വിദ്യം അവിടെ വിയർക്കുന്ന. എങ്ങനെ, എന്താണ് വിയർക്കുന്നത്? സ്വിദ്യത്തടഘടിത കൂർപ്പാസഭിദുരൗ. അപ്പോ വിയർക്കുന്നതായിരിക്കുന്ന
സ്തനാവരണങ്ങൾ. അപ്പം ശരീരം വിയർക്കുന്നു. അങ്ങനെ വരുമ്പോൾ കഞ്ചുകങ്ങൾ, അമ്മയുടെ ആ കഞ്ചുകങ്ങൾ വിയർപ്പ്, അതാണ് കൂർപ്പാസം. കൂർപ്പാസഭിതുരവും സിദ്ധ്യത്തടഘടിത കൂർപ്പാസഭിതുരവും, ആ കഞ്ചുകം പിളർക്കുന്ന ദോർമൂലേ കഷന്തോ, കക്ഷപ്രദേശങ്ങൾ മുട്ടുന്നതുമായിരിക്കുന്ന കനകകലശാഭവും, കനകകലശങ്ങളെ പോലെ ശോഭിക്കുന്നതായിരിക്കുന്ന അമ്മയുടെ സ്ഥാനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അല്ലയോ ഭഗവതി, പെട്ടെന്ന് വിയർക്കുന്നതിനാൽ അമ്മയുടെ ആ സ്തനാവരണങ്ങൾ കഞ്ചുകം പിളർക്കുന്ന കക്ഷപ്രദേശങ്ങളിൽ മുട്ടുന്നതായ ആ സ്വർണ്ണക്കൂടത്തിന്റെ ശോഭയുമുള്ളതായിരിക്കുന്ന കുജങ്ങൾ രണ്ടും, ഇതാണ് കുശൗ എന്ന് പറഞ്ഞിരിക്കുന്നത്. കഷന്തോദോർമൂലേ കനക കലശാഭൗ കലയത. അത് കലയത എന്താണ്? നിർമ്മിച്ചിരിക്കുന്നത്. ആരാ നിർമ്മിച്ചിരിക്കുന്നത്? തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ എന്നാണ്. തനുഭുവ എന്നാൽ കാമദേവൻ. തനുഭുവ എന്നാൽ സ്മരൻ ആണ്. മന്മഥനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ആ കാമദേവൻ. അപ്പൊ കലയത, കാമദേവൻ നിർമ്മിച്ചിരിക്കുന്നതായിരിക്കുന്ന അമ്മയുടെ ആ സ്തനങ്ങള് എങ്ങനെ? കുജൗ സദ്യസ്വിദ്യത്തടഘടിത കൂർപ്പാസഭിധരൗ. അലയോ ഭഗവതി, പെട്ടെന്ന് വിയർക്കുന്നതിനാല് ആ സ്തനാവരണങ്ങൾ മുഴുവൻ അമ്മയുടെ ആ കഞ്ചകം പിളർന്ന് കക്ഷപ്രദേശങ്ങൾ മുട്ടുന്നതായിരിക്കുന്ന ആ കനകശോഭകളോട് കൂടിയിരിക്കുന്നതായിരിക്കുന്ന ആ കുജങ്ങൾ, അത് രണ്ടും നിർമ്മിച്ചിരിക്കുന്ന സ്മരൻ, അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയാൻ വന്നിരിക്കുന്നത്. സ്മരൻ കാമദേവനാൽ എന്ത് ചെയ്തിരിക്കുന്നു? ഭംഗാതലമിതി തവത്രാതും ഭംഗാതലമിതി. അപ്പോ ഈ കുജങ്ങളെ കാമദേവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഭംഗാതലമിതി, ഭംഗമുണ്ടാകരുത് എന്നുള്ളത്. അപ്പൊ എന്താണ് നേരത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞു? അമ്മയുടെ കൃശം വളരെ ഇങ്ങനെ ഉപ്പ ഒടിഞ്ഞു വീഴും എന്ന രീതിയിൽ ആ ആറ്റുചെട്ടിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഒരു കണ്ടിന്യൂവിറ്റിയാണ്. അപ്പൊ അത് എപ്പോൾ വേണേൽ ഒടിഞ്ഞു പോകാം. അപ്പോഴെങ്ങനെയാണ്? ഓൾറെഡി ഇതിനു മുമ്പിലത്തെ പിന്നെന്താണ്? നമന്മൂർത്തേ നാരീതിലകം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭാരം കൊണ്ട് നമന്മൂർത്തിയായിട്ട് ഒടിഞ്ഞു വീഴുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പതുക്കെ കൂനി നിൽക്കുന്നു. വയറാണെങ്കിൽ വളരെ ഒട്ടിയ വയറും. അപ്പൊ കാമദേവനാണ് അമ്മയുടെ സ്തനങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് എന്നും കൂടെ ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭംഗാത അലമിതി, ഇത് ഒടിഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പൊട്ടിപ്പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ത്രാതും തവ ത്രാതും ഭംഗാതലമിതി. ത്രാതും എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കുന്നതിനായിട്ട് എന്തു ചെയ്തു? ത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ ത്രിധാനദ്ധം ദേവി ത്രിവലി ലവലി വല്ലിഭിരിവ. അതിനെ ത്രിവലികളാകുന്ന ഈ ലവലി വള്ളികളെ കൊണ്ട്, അമൃതവള്ളികളെ കൊണ്ട്, തവ നിന്തിരുവടിയുടെ വലഗ്നം എന്നാൽ ആ മധ്യപ്രദേശത്തെ ത്രിധാനദ്ധം 3 പ്രാവശ്യമായിട്ട്, 3ആയിട്ട് ചുറ്റിക്കെട്ടി. എന്ത്? അമൃതവള്ളികൾ കൊണ്ട് അമ്മയുടെ ആ വളരെ ക്ഷീണിച്ചിരിക്കുന്ന വയറുഭാഗം വളരെ വൃത്തിയായിട്ട് 3 പ്രാവശ്യം അമൃതവള്ളികളെ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട്? അല്ലെങ്കിൽ ആ സ്തനഭാരങ്ങൾ പ്രപഞ്ചത്തിന് മുഴുവൻ ഊർജം നൽകുന്നിരിക്കുന്ന, പ്രപഞ്ചത്തിന് മുഴുവൻ അമൃതം നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ സ്ഥലങ്ങൾ എങ്ങനത്തെ സ്ഥലങ്ങളാണെന്ന് ആദ്യം പറയുകയുണ്ടായി. ആ പ്രപഞ്ചത്തിനെ മുഴുവൻ അമൃതം നൽകിക്കൊണ്ടിരിക്കുന്ന, അമൃത ചൊരിയുന്ന അമ്മയുടെ ആ സ്ഥലങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ, അത് വളരെ ഭംഗിയോടുകൂടി, അതിൻ്റെ ഭംഗിയാണ് ആ ലോകം മുഴുവൻ കാമം ഉണ്ടാകണം. ആ കാമം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി കാമദേവൻ ലവലീവല്ലി അമൃതവള്ളികൾ കൊണ്ട് അത് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞു വരുന്നത്. 3 പ്രാവശ്യം ത്രിവലി, 3 ഒടിവുകളെ അല്ലെങ്കിൽ 3 വട്ടം 3 പ്രാവശ്യം എന്നാണ്. അപ്പം ഹേ ദേവി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുജൗ സദ്യസ്വിദ്യത്തടഘടിത കൂർപ്പാസഭിതുരൗ. അല്ലയോ ദേവി, പെട്ടെന്ന് തന്നെ വിയർക്കുന്നതായിരിക്കുന്ന ആ സ്തനതടത്തിൽ കെട്ടിയിട്ടുള്ള കൂർപ്പാസത്തെ, കൂർപ്പാസം എന്ന് പറഞ്ഞാൽ കഞ്ചുകം, വസ്ത്രം, ഭേദിക്കുന്നവയും. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? കഷന്തൗദോർമൂലേ കനകകലശാഭൗ കലയത. ബാഹുക്കളില് കക്ഷങ്ങളില് ആ ഭാഗത്ത് ഇവിടെ വന്ന് മുട്ടുന്നതുമായിട്ടുള്ള ആ കനകകുംഭങ്ങൾ പോലെയുള്ള അമ്മയുടെ ആ കനകകുംഭങ്ങൾ പോലെ ശോഭിക്കുന്നതുമായിരിക്കുന്ന നിന്തിരുവടിയുടെ സ്ഥലങ്ങളെ നിർമ്മിച്ചിരിക്കുന്ന കലയത തമത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ. അങ്ങനെയുള്ള ആര് നിർമ്മിച്ചു? കാമദേവൻ. അങ്ങനെയിരിക്കുന്ന ആ കാമദേവന് അത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി കാമദേവൻ ആ കൃശമായ മധ്യപ്രദേശത്തെ പൊട്ടിപ്പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ. വലഗ്നം വലയം വെച്ചിരിക്കുന്നു, കെട്ടിവെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്?
ത്രാതും രക്ഷിക്കുന്നതിനായിട്ട്, ഭംഗാതലമിതി അത് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട്, ഭംഗം വരാതിരിക്കുവാൻ വേണ്ടിയായിട്ട്, ലവലീവല്ലികളാൽ അതാ എന്താണ് അമൃതവള്ളികൾ കൊണ്ട് 3 പ്രാവശ്യം ചുറ്റിക്കെട്ടിയിരിക്കുന്നു. എന്തിനെ? അമ്മയുടെ ആ മധ്യഭാഗത്തെ എന്നാണ്. അപ്പം മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദേവിയുടെ മധ്യപ്രദേശത്തെ ആ ഉദരഭാഗത്തെയാണ് ഇവിടെയും വർണ്ണിക്കുന്നത്. ഇവിടെ ദേവിയുടെ ഉദരഭാഗത്ത് 3 വരകളുള്ളതായിട്ടാണ്. അപ്പം അവൾ അങ്ങനെയും കൂടെ പറയുന്നു. 3 പ്രാവശ്യം എന്താണ് 6 പാക്ക് അല്ല 3 പാക്കാണ്. 3 പ്രാവശ്യം വള്ളികൾ കെട്ടിയിരിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പ് ദേവിയുടെ 69ാമത്തെ ശ്ലോകത്തിലും ദേവിക്ക് ഇതേപോലെ 3 പ്രാവശ്യം ഒരു കെട്ടുണ്ട്. അതെവിടാണെന്ന് അറിയാമോ? 69 കഴുത്തിൽ ദേവിക്ക് 3 പാടുകളുള്ളതായിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഗലേരേഖാസ്ത്രിസോ ഗതിഗമഗീതൈകനിപുണേ വിവാഹവ്യാനദ്ധ പ്രഗുണഗുണ സംഖ്യാ പ്രതിഭുവ വിരാജന്തേ നാനാവിധമധുരരാഗാകരഭുവം പ്രയാണാം ഗ്രാമാണാം സ്ഥിതി നിയമസീമാനൈവതേ. അപ്പം ഗതി, ഗമകം, ഗീതം എന്നിവയിൽ നിപുണയായിരിക്കുന്ന ദേവിയെ പറയുന്നുണ്ട്. നമ്മൾ 69ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുകയുണ്ടായി. അതും സാമുദ്രിക ശാസ്ത്രം പ്രകാരം സ്ത്രീകൾക്ക് കഴുത്തിൽ 3 പാടുകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്താണ് എന്ന് പറയുകയുണ്ടായി. അത് 3 ഗ്രാമങ്ങളെ തിരിക്കുന്നതായിട്ട് പറഞ്ഞു. സംഗീത ഗ്രാമങ്ങളെ തിരിക്കുന്നതായിട്ടാണ് നാം പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ 3 പാടുകൾ എന്താണ്? ഇവിടെ 3 അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ആകെ ഹസ്തമിത പോലെയുള്ള വയറായിരിക്കണം എന്ന് പറഞ്ഞു. അത് ഒടിഞ്ഞു വീഴാറായിട്ടിരിക്കുന്നു. സ്തനഭാരങ്ങളെ കൊണ്ട് കുനി നിൽക്കുന്നു. അപ്പോൾ ഒട്ടും ബലമില്ലാതായിട്ട് തോന്നുന്നു. അത് രക്ഷിക്കുവാനായിട്ട് അമൃതവള്ളികളെ കൊണ്ട് കാരണം കാമദേവനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ബ്രഹ്മാവാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പോലും അപ്പോൾ ദേവിയുടെ ആ സ്തനകുംഭങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് കാമദേവനാണ് എന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ആകൃതിയും വർണ്ണഭംഗിയും കൊണ്ട് കനകകുംഭങ്ങൾ പോലെയുള്ളവയാണ്, ഇങ്ങനെയുള്ള അതിമനോഹരങ്ങളും ആ മേതുരങ്ങളുമായിരിക്കുന്ന സ്ഥലങ്ങളെ നിർമ്മിച്ചത് കാമദേവനാണ് എന്നും കൂടി ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബ്രഹ്മാവിന് ഇത്രയും സുന്ദരമായ അവയവങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്ന് കരുതിയാവണം ശങ്കരാചാര്യസ്വാമികൾ കാമദേവനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കാമദേവനെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. കുചൗ സദ്യസ്വിദ്യത്തടഘടിത കൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാം തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവാ പ്രധാനദ്ധം ദേവി ത്രിവലിലവലീവല്ലിഭിരിവ. കുചൗ ഒന്നാമത്തെ വരി ഒന്നുകൂടെ ചൊല്ലാം. കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാ തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവാ പ്രധാനദ്ധം ദേവി ത്രിവലിലവലീവല്ലിഭിരിവ. ഈ ശ്ലോകം എല്ലാരും ചൊല്ലി നോക്കുന്നോ? അതോ അടുത്ത ശ്ലോകത്തിലോട്ട് പോണോ? ചൊല്ലി നോക്കാം അല്ലേ? എന്നാ ചൊല്ലിക്കോളൂ. ആരാന്ന് വെച്ചാൽ ഈ 2 ശ്ലോകം എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കൂ. 79, 80 ചേച്ചി തന്നെ ചൊല്ലിക്കോളൂ. എന്നോടാണോ പറഞ്ഞത്? ചൊല്ലിക്കോളൂ. 79, 80 ആദ്യം ശോഭ ചേച്ചി ചൊല്ലിക്കോളൂ, കവിത ചേച്ചി ചൊല്ലിക്കോളൂ. അത് കഴിഞ്ഞ് എല്ലാവരും ചൊല്ലാവുന്നവരൊക്കെ ചൊല്ലിക്കോണ്ടേ. നിസർഗക്ഷീണസ്യ സനതടഭരേണ ക്ലമജുസോ നമന്മൂർത്തേർനാരീതിലക ശനകൈകസ്തുത്യദൈവാം സ്ഥിരം ദേ മധ്യസ്യ ത്രുടിതകടിനീതീരതരുണ
समावस्थास्तेम्नो भवतु कुशलं शैलतनये कुजौ सद्यस्विद्यत्तडघटितकोर्पासविदुरौ कषन्दौ दोर्मूले कनककलशाभौ कलयताम् तवत्रादुम्भङ्गादलमिदिवलग्नं धनुभुव त्रिधानत्थं देवी त्रिवलीलवल्ले वल्लिभिरिवाम् കവിത ചേച്ചി. ചെല്ലാം. നിസർഗക്ഷീണസ്യ സ്തനതടപരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീ തിലകശനകൈസ്തൃഡ്യതൈവ ചിരന്തേ മധ്യസ്യ തൃഡിതതടിനീ തീരതരുണാ സമാവസ്ഥാസ്താംനോ ഭവതു കുശലം ശൈലതനയേ. നാരീതിലകം ഒറ്റ വാക്കാണ്. നാരീതിലകം ഒറ്റ വാക്കാ. നാരീതിലകം. നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃഡ്യതൈവ ചിരന്തേ മധ്യസ്യ തൃഡിതതടിനീ തീരതരുണാ സമാവസ്ഥാസ്താംനോ ഭവതു കുശലം ശൈലതനയേ. കുജൗ സദ്യ സിദ്ധ്യത്തടകടിതകൂർപ്പാസഫിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഫൗ കലയത തവത്രാദും പങ്കാദലമിതി വലഗ്നം തനുഭുവാ ത്രിധാനർത്ഥം ദേവി ത്രിവലിലവലീ വല്ലിഭിരിവാ. ഇത് സമാവസ്ഥാസ്തേംനോ എന്നാണോ സ്ഥാംനോ എന്ന്? ഇപ്പം കവിത ചേച്ചി പാരായണം ചെയ്ത സ്ഥാംനോ എന്നാ കേട്ടത്. സമാവസ്ഥാസ്തേംനോ എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കുഴപ്പമില്ലല്ലോ. സമാവസ്ഥാസ്ഥേംനോ. ചൊല്ലിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിസർഗക്ഷീണസ്യ സ്തനതടവരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്രൈത്യതയുവ ചിരം തേ മധ്യസ്ഥ തൃഡിതതടിനീതീരതരുണാ സമാവസ്ഥാസ്തെമ്നോ ഭവതു കുശലം ശൈലതനയേ. രണ്ടാമത്തെ വരി ഒന്നുകൂടെ വായിച്ചു. രണ്ടാമത്തേത് നമമൂർത്തേർനാരീതിലക ശനകൈസ്രൈത്യതൈവ ശനകൈ സ്രൈത്യതൈവ സ്തൃട്യത തൃപ്യതൈവ പൊട്ടിപ്പോകുന്നതൈവ ശനകൈസ്തൃട്യതൈവ ചിരം തേ മധ്യസ്ഥ തൃഡിതതടിനീതീരതരുണാ സമാവസ്ഥാസ്തെമ്നോ ഭവതു കുശലം ശൈലതനയേ. കുജൗ സദ്യസിദ്ധ്യത്തടഘടിതകൂർപ്പാസഭിരുതൗ സഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാ തവത്രാദും ഭംഗാദലമിതി വലഗ്നം ധനുഭുവാ ത്രിധാനദം ദേവി ത്രിവലിലവലീ വല്ലിഭിരിവാ. ആരെങ്കിലും ചൊല്ലുന്നോ ഇനി? ഞാൻ ചൊല്ലാം. ആയിക്കോട്ടെ. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃഡ്യത ഇവ ചിരം തേ മധ്യസ്യ തൃഡിതതടിനീതീരതരുണാ സമാവസ്ഥാസ്ഥേമ്നോ ഭവതു കുശലം ശൈലതനയേ. കുജൗ സത്യസ്വിദ്യത്തടഘടിതകൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാ തവത്രാദും ഭംഗാദലമിതി വലഗ്നം തനുഭുവാ ത്രിധാനർത്ഥം ദേവി ത്രിവലിലവലീ വല്ലിഭിരിവാ.
ജ്യോതിഷ വേറെ ആരെങ്കിലും ചൊല്ലുന്ന ചൊല്ലിക്കോട്ടെ. ആയിക്കോട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? അമ്മ മാധവേട്ടൻ, മാനസ് സാർ ഒന്നും കൂടി ചെല്ലുവോ? ജയേട്ടൻ ഒന്നും കൂടി ഇത് ചെല്ലി ആ ചൊല്ലിത്തരാം. ട്യൂണേ. ഞാനൊന്ന് ചൊല്ലാം. മാധവേട്ടൻ ചൊല്ലാൻ തയ്യാറായെങ്കിൽ അത് കഴിഞ്ഞിട്ടാവാം. മാധവേട്ടൻ ചൊല്ലാൻ തയ്യാറാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഞാൻ കാറിലാണുള്ളത്. ശരി സാറേ, ആയിക്കോട്ടെ, ഞാനൊന്നുകൂടെ ചൊല്ലാം. നിസർഗക്ഷീണസ്യസ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലകശനകൈസ്തൃട്യദൈവ ചിരം ദേ മധ്യസ്യ ത്രുടിതടിനി തീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. നിസർഗക്ഷീണസ്യസ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃട്യദൈവ ചിരം ദേ മധ്യസ്യ ത്രുടിതടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ. നിസർഗക്ഷീണസ്യസ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലക ശനകൈസ്തൃട്യദൈവ ചിരം ദേ മധ്യസ്യ ത്രുടിതടിനീതീരതരുണ സമാവസ്ഥാസ്ഥേംനോ ഭവതു കുശലം ശൈലതനയേ. കുചൗ സദ്യസ്വിദ്യത്തടഘടിതകൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാം തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ ത്രിധാനദ്ധം ദേവി ത്രിബലിലവലീവല്ലിഭിരിവ. കുചൗ സദ്യസ്വിദ്യത്തടഘടിതകൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാ തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ ത്രിധാനദ്ധം ദേവി ത്രിബലിലവലീവല്ലിഭിരിവ. ചൊല്ലി നോക്കുന്നു. ചൊല്ലി. നിസർഗക്ഷീണസ്യ തനതടപരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീതിലകശനകൈസ്തൃട്യദൈവ ചിരം തേ മധ്യസ്യ ത്രുടിതടിനീതീരതരുണ സമാവസ്ഥാസ്തേംനോ ഭവതു കുശലം ശൈലതനയേ. കുചൗ സദ്യസ്വിദ്യത്തടഘടിതകൂർപ്പാസവിദുരൗ കഷന്തൗ തോർമൂലേ കനകകലശാവോ കലയതാ തപത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ ത്രിധാനദ്ധം ദേവി ത്രിവലിലവലീവല്ലിഭിരിവ. നന്നായി. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ജ്യോതിഷം കൂടെ വായിച്ചിട്ട് ചൊല്ലിയിട്ട് നിർത്താം. ജയശങ്കര. ആരെങ്കിലും പാരായണം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്ന മുമ്പായിട്ട് രണ്ട് വാക്ക് സംസാരിക്കട്ടെ. രണ്ട് അറിയിപ്പാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആത്മായനം 2025 നമ്മൾ ഈ വർഷം വാരണാസി, അയോധ്യ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. മാർച്ച് 15 മുതൽ മാർച്ച് 21 വരെയാണ് യാത്ര. അപ്പം അതിൻ്റെ ആ യാത്രയ്ക്ക് അനുഗ്രഹാശംസകൾ നേർന്നുകൊണ്ട് പ്രശസ്ത താന്ത്രികാചാര്യൻ കിഴക്കേ മണയത്താറ്റ് നീലകണ്ഠൻ നമ്പൂതിരി, ബ്രജേഷ് നീലകണ്ഠൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജനുവരി 19 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെ യാത്രികർക്ക് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേരം, അന്നേ ദിവസം വൈകുന്നേരം 8 മണിക്ക് ദിഗ്വിജയം സ്വാമിനി ജ്ഞാനാമനിഷ്ഠ നടത്തുന്ന ദിഗ്വിജയം എന്നുള്ള പരിപാടിയുടെ 18ാമത്തെ സെഷനാണ്. 2 പരിപാടികളിലും എല്ലാവരുടെയും സഹകരണം, സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹകടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും മകരസംക്രാന്തി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് ഇടവാങ്ങുന്നു. ലോക സമസ്ത സുഖനോ ഭവന്തു.
എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര. 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 ശങ്കര. ജയശങ്കര. ജയശങ്കര